നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവീൻ ബാബുവിൻ്റെയും ബാലഭാസ്കറിൻ്റെയും മരണം ഒരു കൊലപാതകമാണോ എന്നാണ്. ഈ രണ്ട് മരണങ്ങൾക്കും കുറച്ച് സാമ്യങ്ങളുമുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാം. ബാലഭാസ്കറിന്റെ മരണം ഒരു അപകട മരണമാണെന്നാണ് പോലീസും പറയുന്നത്. പക്ഷേ ബാലഭാസ്കറുമായി ഏറ്റവും അടുപ്പമുള്ള അദ്ദേഹത്തിന്റെ അച്ഛനും ആ, ഒരു സഹോദരിയും പറയുന്നത് അത് കൊലപാതകമാകാനാണ് സാധ്യത എന്നാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ബാലഭാസ്കറിന്റെ ഭാര്യ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണോ എന്ന് അറിയണമെങ്കിൽ ബാലഭാസ്കറിന്റെ ഇൻകവും സോഴ്സ് ഓഫ് ഇൻകവും ഒക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബാലഭാസ്കറിന്റെ കൊലപാതകമായി മാറാനുള്ള പ്രധാനമായ കാരണം ബാലഭാസ്കറുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള തമ്പി, അർജുൻ, വിഷ്ണു എന്നീ തുടങ്ങിയ ആളുകൾ മരണത്തിന് ശേഷം സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും അർജുൻ എന്നൊരാൾ സ്വർണം പൊട്ടിക്കൽ, അതായത് സ്മഗ്ലിംഗ് നടത്തി വരുന്ന സ്വർണം അവരിൽ നിന്ന് പിടിച്ച് മറിച്ച് വേറെ ആൾക്ക് വിൽക്കുന്ന ഒരു ലോബിയുടെ ഭാഗമാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശരിക്കും ബാലഭാസ്കറിന് കലാപ്രവർത്തനം തുടങ്ങി ഏകദേശം 10 വർഷത്തിന് അകം ഭീമമായ സ്വത്ത് സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഗൾഫ് നാടുകളിൽ അടിക്കടി പോകുന്നുണ്ടായിരുന്നെന്നും തിരിച്ചു വരുന്നുണ്ടെന്നും ഒക്കെ സംശയിക്കുന്നു. ഇനി ഇങ്ങനെ വരുന്നതിനുള്ള കാരണം എന്താണ്? ഇത് സ്വർണം കടത്തുന്നതിന് വേണ്ടിയാണോ എന്ന് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സോഴ്സ് ഇൻകത്തെക്കുറിച്ച് ശരിക്കും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ അതുപോലെ ഡിപ്പാർട്ട്മെന്റുകൾ അത് പരിശോധിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ബാലഭാസ്കറിന്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് അവന്റെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം, അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഒരു കൃത്യമായ വിവരം അറിയേണ്ടതായിട്ടുള്ളൂ. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അറിയാം എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവർ കൂടുതലൊന്നും പറയുന്നില്ല, മീഡിയയോട് സംസാരിക്കുന്നില്ല, അവർ ഇന്റർവ്യൂവിന് ഇരുന്ന് കൊടുക്കുന്നില്ല, ഒരു ചോദ്യങ്ങൾക്കും അവർ ഉത്തരം പറയുന്നില്ല. പോലീസുകാരും അതുപോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും അവർക്ക് അവരുടെ മകളും മരിച്ചുപോയി, ഭർത്താവും മരിച്ചുപോയി, ഇനി അവർക്ക് കുറച്ച് ഇൻഷുറൻസ് പൈസയൊക്കെ കിട്ടട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിൽ ആണ് ഇത് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് പ്രധാനമായും സമൂഹത്തിലെ ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളാണ്. അതായത് മന്ത്രിയുടെ മക്കള്, മന്ത്രിയുമായി ബന്ധമുള്ള ആളുകൾ, പൊളിറ്റീഷ്യൻസ്മാർ, അവരുടെയൊക്കെ ഒരു പ്രധാന സോഴ്സ് ഓഫ് ഇൻകം ഈ കള്ളക്കടത്തൊക്കെ തന്നെയാണ്. സാധാരണക്കാരന്റെ മക്കൾ പഠിച്ച് ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ മക്കൾ കൈക്കൂലി വാങ്ങിക്കുന്നതിനും അതുപോലെ കള്ളക്കടത്ത്, കഞ്ചാവ് വലിയ ഡീലിങ്സ് നടത്തുന്നതിനൊക്കെ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാവുന്നതാണ് ബിനീഷ് കൊടിയേരി സ്വർണ്ണക്കടത്തിൽ കഞ്ചാവ് കേസിൽ 3, 4, 6 മാസത്തിനകം ബാംഗ്ലൂർ ജയിലിൽ കിടന്നു. അതുപോലെ പിന്നെ ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ സ്വർണ്ണക്കടത്ത് നടത്തി. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. അതായത് സമൂഹത്തിന്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ കള്ളക്കടത്തിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അവരിലേക്ക് വിരൽ ചൂണ്ടും എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഇത് അന്വേഷണം സപ്രസ് ചെയ്തു വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാലഭാസ്കറിന്റെ ഭാര്യയ്ക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് അവരൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഇതാണ്. അപ്പം എന്താ ബാലഭാസ്കറിന്റെ പിതാവിന് ഈ സത്യം അറിയണമെന്ന അതിയായ ആഗ്രഹവുമുണ്ട്. സോബി ഇതേക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാകാനാണ് 90% സാധ്യത. 10% മാത്രമേ സാധ്യതയില്ലായുള്ളൂ. പിന്നീട് ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ഈ തമ്പി എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളെല്ലാം നേരത്തെ തന്നെ പോയി കൈക്കലാക്കിയെന്നും പരിശോധിച്ചുവെന്നും പറയപ്പെടുന്നു. ഇതിലെല്ലാം ദുരൂഹത ഉള്ള കാര്യമാണ്. ഈ കാരണങ്ങളൊക്കെ പരിഗണിച്ച് ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാകാനാണ് 90% സാധ്യത കൂടുതൽ. പിന്നെ പക്ഷെ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാനോ അത് കണ്ടുപിടിച്ച് പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കാനോ യാതൊരു സാധ്യതയും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വരെ കള്ളക്കടത്ത് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണുകയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അടുത്തതായി ഇതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് നവീൻ ബാബുവിന്റെ കാര്യത്തിലും. നവീൻ ബാബു ആദ്യം എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് നമുക്ക് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം കൈക്കൂലിക്കാരനായിരുന്നോ, കൈക്കൂലി മേടിക്കുന്ന ആളായിരുന്നോ എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കണം. എന്നെങ്കിൽ മാത്രമാണ് അദ്ദേഹം കൈക്കൂലി മേടിച്ചോ ഇല്ലയോ, ആ കൈക്കൂലിയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണോ കൊലപാതകം നടന്നതെന്ന് അറിയാൻ കഴിയുള്ളൂ.
സാധാരണയായി അത് ആത്മഹത്യ എന്നാണ് പോലീസും അതുപോലുള്ള ആളുകളും അധികാരത്തിലിരിക്കുന്ന ആളുകളും എല്ലാം പറയുന്നത്. പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും വാതിൽ തുറന്നിട്ടതിന് ശേഷം ആത്മഹത്യ ചെയ്യില്ല. പിന്നെ ഇത്രയും ഉന്നത നിലവിൽ നിൽക്കുന്ന, അതായത് അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മജിസ്ട്രേറ്റിന്റെ എഡിഎമ്മിന്റെ ചുമതലയുള്ള ഒരാളാണ് അദ്ദേഹം. എഡിഎം ആണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് മറ്റ് എഡിഎമ്മുമാരോടോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ഭാര്യയോടോ, ഭാര്യയും ആർ ഡി ഒ ആണെന്ന് തോന്നുന്നു, അല്ല തഹസീൽദാറാണെന്ന് തോന്നുന്നു, അവരോടോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത ആളുകളോട് തീർച്ചയായിട്ടും സംസാരിക്കേണ്ടതാണ്. പിന്നെ 2 പെൺമക്കളെ കാണാൻ വേണ്ടി കണ്ണൂരിൽ നിന്നും സ്വന്തം സ്ഥലമായ ആ, ആ, പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അത്രയും സന്തോഷകരമായ ഒരു സമയത്ത് ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ആ, പിന്നെ പറയുന്ന കാരണം എന്താണ്? പി ദിവ്യയുടെ പ്രസംഗം കേട്ട ആത്മഹത്യ ചെയ്യുന്നത്. പി ദിവ്യയുടെ പ്രസംഗം കേട്ടാണ് ലോകത്ത് ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല. ഈവൻ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ തള്ളുകാരനായിട്ടുള്ള ഗോവിന്ദന്റെ പ്രസംഗം കേട്ടാൽ പോലും ആൾക്കാർ താഴെ ഇരുന്ന് ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ അത് കേട്ട ആത്മഹത്യക്ക് പോകുന്നൊന്നും ആരും അറിയത്തില്ല. ഗോവിന്ദൻ മൈക്കിനെ കുറിച്ചുള്ള പ്രസംഗമൊക്കെ കേട്ട ആൾക്കാർ തലതെല്ലിച്ചിരിക്കുകയാണ്. വലിയ സീരിയസ് ആയിട്ടൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ കേൾക്കുന്നവർക്കെല്ലാം ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നി. ഇനിയിപ്പോൾ ഗോവിന്ദന്റെ കാര്യം തന്നെ പറയണ്ടേ, വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസംഗം കേട്ടാൽ പോലും ഒരു മനുഷ്യനും പോയി ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇംഗ്ലണ്ടിലുള്ള ഒരു കഥയുണ്ട്. അതായത് വിൻസ്റ്റൺ ചർച്ചിൽ രണ്ടാം ലോകമായ സമയത്ത് ഭയങ്കരമായ പ്രസംഗം നടത്തി, റേഡിയോയിലൂടെ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രസംഗം കേൾക്കാൻ വേണ്ടി ആളുകൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു. അന്ന് വീടുകളിൽ മാത്രമേ റേഡിയോ ഉള്ളൂ, വണ്ടികളിലോ കാര്യങ്ങളിലോ ഒന്നും റേഡിയോ ഇല്ല. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ ഈ പ്രസംഗം പറയാൻ വേണ്ടി ഏതാണ്ട് 8 മണി സമയത്താണ് രാത്രി ഈ പ്രസംഗം വന്നുകൊണ്ടിരുന്നത്. ഒരു ടാക്സി വിളിച്ചു. ടാക്സിക്കാരന് വിൻസ്റ്റൺ ചർച്ചിലിന് അത്ര മനസ്സിലായില്ല, കാരണം ഇരുട്ടായതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന്. വണ്ടിയിൽ കയറി വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. കൊണ്ടുവിട്ടു. ഒരു അരമണിക്കൂർ നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമോ, ഞാൻ അത് കഴിയുമ്പോൾ ഇറങ്ങി വരാം, അതിപ്പോൾ വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ടാക്സിക്കാരൻ പറഞ്ഞു, അല്ല ഞാൻ വെയിറ്റ് ചെയ്യില്ല, എനിക്ക് വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസംഗം കേൾക്കണം, ഞാൻ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, എനിക്കത് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിലിന് സന്തോഷമായി. വിൻസ്റ്റൺ ചർച്ചിൽ ടോട്ടൽ പോക്കറ്റിൽ നിന്ന് ഒരു 20 പൗണ്ട് എടുത്ത് കൊടുത്തു. അന്ന് 20 പൗണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. സാധാരണ 3-4 പൗണ്ടിന്റെ ഓട്ടോ ഉള്ളൂ. അതിന് 20 പൗണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ പൗണ്ട് മേടിച്ച് പോക്കറ്റിലിട്ട് പറഞ്ഞു, കുഴപ്പമില്ല സാർ, ഞാൻ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ പോരെ, ഒരു അരമണിക്കൂർ 1 മണിക്കൂറാണ്, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസംഗം കേൾക്കണ്ടേ? അതിന് പുള്ളി പറഞ്ഞു, വേണ്ട, 20 പൗണ്ട് കിട്ടിയില്ല, ഇനിയിപ്പോൾ വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസംഗം കേൾക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ 20 പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസംഗം പോലും കേൾക്കാൻ ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു എഡിഎം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗം കേട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ യാതൊരു സാധ്യതയില്ല. മാത്രമല്ല, ആ പ്രസംഗം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ പോലും അതിൽ ആത്മഹത്യാപരമായ ഒരു കാര്യമില്ല. അവർ പറയുന്നത് നല്ലൊരു ജനസേവകനായിരിക്കണം, ഏത് സമയത്തും കൈക്കൂലി ഒന്നും മേടിക്കാതെ ഒരു സിവിൽ ഡെത്ത് സംഭവിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇത് 3 ദിവസങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്ന് പറഞ്ഞു. പിന്നെ അയാൾ അവിടെ നിന്ന് പോകുന്നത് കൊണ്ട് പെട്രോൾ പമ്പിന് അനുവാദം കൊടുത്തു എന്നും പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടതാണ്. പോകുന്നതിന് മുമ്പ് ഇത് അനുവാദം കൊടുത്തെങ്കിൽ ഒന്നാമത് കൈക്കൂലി മേടിച്ചിട്ടായിരുന്നു അനുവാദം കൊടുത്തത്. അതുകൊണ്ടാണ് പി ദിവ്യ ഇത്ര രൂക്ഷമായിട്ട് പറയാൻ കാരണം. കൈക്കൂലി മേടിച്ചത് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ടാണ് പറയാനുള്ള കാരണം. കൈക്കൂലി മേടിക്കാതെ അനുവാദം കൊടുക്കാനും സാധ്യതയില്ല, കാരണം ഈ പമ്പ് ഒരു വളവിലാണ് ഇരിക്കുന്നതെന്നാണ്. വളവിൽ ഒരു കാരണവശാലും നിയമപരമായിട്ട് പെട്രോൾ പമ്പ് അനുവദിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും ഇതിന് അനുവാദം കൊടുത്ത ആളുടെ മേലിലേക്കാണ് കുറ്റം വരികയുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും പോലീസിന്റെ NOC ഇല്ല. അതെ, പോലും ഇവർ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 1,00,000 രൂപ 2,00,000 രൂപയെങ്കിലും കൈക്കൂലി മേടിച്ച് കാണും. പിന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ട്രെയിനിൽ കയറി പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊടുത്ത പൈസ എന്തെങ്കിലും സംസാരിച്ച് ഡീലാക്കാൻ വേണ്ടി അന്ന് അയാൾ വെയിറ്റ് ചെയ്യുകയായിരിക്കാം. ഈ ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാരുമായിട്ടോ ഏതെങ്കിലും ആളുകളുമായിട്ടോ കൊടുത്ത പൈസ തിരിച്ചു മേടിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. പക്ഷേ കൈക്കൂലി മേടിക്കാൻ അർഹത ഇഷ്ടപ്പെടുന്ന നവീൻ ബാബു ഒരുപക്ഷെ ആ കാശ് കൊടുക്കാൻ താല്പര്യപ്പെട്ടു കാണില്ല. അങ്ങനെ വന്നപ്പോൾ ഈ പൈസയുടെ കൈക്കൂലി മേടിച്ച കാശ് തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഉന്തും തള്ളോ ബഹളത്തിലോ ഒക്കെ ആയിരിക്കാം അദ്ദേഹം മരിക്കാനും അതിനുശേഷം അയാളെ കെട്ടിത്തൂക്കാനും ഉള്ള സാധ്യത. മരിച്ചു കഴിഞ്ഞപ്പോൾ ഇൻക്വസ്റ്റും കാര്യങ്ങളൊന്നും നേരെയും എല്ലാം നടത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബോഡി കത്തിച്ചു കളയാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് തെളിയുകയുള്ളൂ. കാരണം അതിനാണെങ്കിൽ പോലും ഈ നവീൻ ബാബുവിന്റെ ബാങ്ക് ട്രാൻസാക്ഷനും അദ്ദേഹത്തിന്റെ ഇൻകവും കാര്യങ്ങളും എല്ലാം പരിശോധിക്കണം. എന്നിട്ട് അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണോ അല്ലയോ എന്ന് ആദ്യം മനസ്സിലാക്കണം. കൈക്കൂലിക്കാരനാണെങ്കിൽ കൈക്കൂലി മേടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഒരു കണ്ണൂരുകാർ ഒരിക്കലും പാർട്ടിയുടെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരിക്കലും കൈക്കൂലി കൊടുക്കാൻ ഇഷ്ടപ്പെടില്ല.
അത് പ്രത്യേകിച്ച് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കണ്ണൂരിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാരണവശാലും ഈ പത്തനംതിട്ടയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ അംഗീകരിക്കില്ല. കണ്ണൂർ കമ്മ്യൂണിസ്റ്റുകാരിൽ